രജനീകാന്ത് മൂവി അല്ല ഇത്. സത്യം പറഞ്ഞാൽ വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അവരുടെ പടം. മെയിൻ ത്രില്ലർ അല്ല, ഇതൊരു സ്റ്റോറി ബേസ്ഡ് ആണ്. അല്ല ത്രില്ലറോ അങ്ങനെ ഒരു നോർമൽ രജനീകാന്തിന്റെ സിനിമയല്ല. പക്ഷെ എങ്കിലും ടോട്ടലി സിനിമ കൊള്ളാം. ആരും അറിയാതെ ഒരു തലൈവർ പടം റിലീസിനെത്തുന്ന ഒരു പൊളിറ്റിക്കൽ സ്പോർട്സ് ത്രില്ലറാണ് ലാൽ സലാം. ലാൽ സലാം കണ്ടിറങ്ങി ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളൊരു സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. നേരെ ലാൽ സലാം റിവ്യൂലേക്ക്. എവിടെ നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടോട്ടലി? അല്ല, ഇതൊരു ഡയറക്ടോറിയൽ മൂവി ആയിട്ടേ ഉള്ളൂ. രജനീകാന്തിന്റെ മൂവി ആയിട്ട് പറയാൻ പറ്റില്ല, അതിന്റെ ഒരു ഇതില്ല. പക്ഷേ ഡയറക്ടർ ഓക്കെ. രജനീകാന്ത് സ്പേസ് ഉണ്ടോ അതോ ഉണ്ട്. ഗസ്റ്റ് റോളല്ല, സെക്കൻഡ് ഹാഫ് മുതൽ അങ്ങോട്ട് ഓക്കെയാണ്. എങ്ങനെയാണ് ത്രില്ലർ വൈബാണോ? ത്രില്ലർ അല്ല, ഇതൊരു സ്റ്റോറി ബേസ്ഡ് ആണ്. അല്ല ത്രില്ലറോ അങ്ങനെ ഒരു നോർമൽ രജനീകാന്തിന്റെ സിനിമയല്ല. പക്ഷെ എങ്കിലും ടോട്ടലി സിനിമ കൊള്ളാം. ഒരു സ്പോർട്സിന്റെ ഒരു ഇത് വന്നിരുന്നു, അതൊക്കെ ഇല്ല അങ്ങനെയല്ല. ഇതൊരു ജാതി മതം അതിന്റെ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഇത് അത്യാവശ്യമാണ് ഈ സിനിമ ഇങ്ങനെയുള്ളത്. എങ്ങനെ ഉണ്ടായി? சூப்பராக டோட்டலி எப்படி இருந்துச்சு ஒரு தலைவர் படம்? எப்பவும் போல இருந்தது. ரொம்ப சூப்பராக இருந்தது படம். ஸ்டார்டிங்லேருந்து கடைசி வரைக்கும் ரொம்ப நல்லா இருந்தது. தலைவர் எப்பவும் போல டைலாக் சூப்பராக இருந்தது. ஓவரால் செம்ம. இந்த ஸ்போர்ட்ஸ் ட்ராமா அது கிடையாது, த்ரில்லர் ஸ்போர்ட்ஸ் அது அந்த கிரிக்கெட் இது கொஞ்சம் இருந்தது. அது கொஞ்சம் இன்னும் கொஞ்சம் இன்ட்ரெஸ்டிங்காக இருந்தது. ஸோ ஓவராலாக வந்து ரொம்ப நல்ல ஃபிலிம். കുഴപ്പമില്ല. നമ്മുടെ മുസ്ലിം ഹിന്ദു ഇതുണ്ടല്ലേ, സോ അതിനോട് നല്ല ഒരു സ്റ്റോറിയാണ്. സെൻസിറ്റീവ് കണ്ടന്റ്, പക്ഷേ നല്ല ഒരു വെൽ ഹാൻഡിലാണ്. தலைவர் எப்படி இருந்துச்சு? സ്ക്രീൻ പ്രസൻസ് കൊള്ളാം. പിന്നെ தலைவர் அந்த ഒരു പടത്തിലെ മാസ് സ്വാഗതം ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പടം? കൊള്ളാം. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? നല്ല സ്റ്റോറിയാണ്. ത്രില്ലറാണോ കഥയൊക്കെ നമ്മൾ സ്ഥിരം തമിഴ് കണ്ടിട്ടുള്ള ഒരു പൊളിറ്റിക്സ് പറയുന്ന പടമാണോ? പൊളിറ്റിക്സ് ഒന്നുമല്ല, മതത്തിന് വെച്ചിട്ടുള്ള സിനിമ. കുഴപ്പമില്ല. രജനീകാന്തിൻ്റെ ഒരു പടം ഫീല് എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? ഇതിൽ ഇച്ചിരി സെൻറ്റിമെൻ്റ് ഉണ്ട്. പിന്നെ കൊള്ളാം. എന്നാലും എല്ലാ മതങ്ങളെയും കുറിച്ച് ഉള്ള ഇതായിരുന്നു. എന്തായാലും എങ്ങനെയാണ് ത്രില്ല് അടിപ്പിച്ചോ അതോ നല്ല കഥയായിരുന്നു. ഇമോഷണൽ ആണ്? അല്ല. ഓക്കെ. രജനീകാന്ത് മൂവി അല്ല ഇത്. സത്യം പറഞ്ഞാൽ വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അവരുടെ പടം. മെയിൻ തീം എങ്ങനെയാണ്? നമ്മൾ സ്ഥിരം തമിഴ് പൊളിറ്റിക്സ് ഒക്കെ തന്നെയാണോ? ഇതൊരു സ്പോർട്സ് ത്രില്ലർ അങ്ങനെ പറയാം. ത്രില്ലറാണ്. നല്ല മൂവിയാണ്. തീം എങ്ങനെയാണ്? സ്പോർട്സ് ആണോ പൊളിറ്റിക്സ് ആണോ റിലീജിയൻ ആണോ? അങ്ങനെ റിലീജിയനൊക്കെ ബന്ധപ്പെട്ട സ്പോർട്സും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. ടോട്ടലി മൂന്ന് പേരുടെ മെയിൻ മൂന്ന് പേരുണ്ട്. അത് ആരുടെ അഭിനയമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും എടുത്തിരിക്കുന്നത്? എല്ലാവരും നന്നായിട്ടുണ്ട്. രജനീകാന്ത് നല്ല രസത്തിൽ എടുത്തിരിക്കുന്നു. ഓക്കെ. രജനീകാന്ത് ക്യാമിയ ആണോ ഫുൾ ഉടനീളം സിനിമയിലുണ്ടോ? ഉടനീളം അല്ല, എന്നാലും ഉണ്ട്. കുറെ മെയിൻ ക്യാരക്ടറാണോ? മെയിൻ ക്യാരക്ടറാണ്. അങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ. അത് കഥ വെറൈറ്റി കഥയാണോ? ഹിന്ദു മുസ്ലിംസ് ഒറ്റുമ അങ്ങനെ കഥയാണ്. ഓക്കെ. സ്പോർട്സ് എത്ര മാത്രം? ஸ்போர்ட்ஸ் சைடு ரிலீஜியஸ் தலைவர் அங்க எப்படி இருக்கு? ஃபர்ஸ்ட் ஹாஃப் ஃபுல்லா, செகண்ட் ஹாஃப் ஃபுல்லாவே தலைவர். ஃபுல் சினிமா தலைவர் இருக்கு. செகண்ட் ஹாஃப் மட்டும் தான். ஸ்போர்ட்ஸ் அந்த ரிலீஜியன் ആണോ? അങ്ങനെ ஸ்போர்ட்ஸ் இருந்துச்சு, ஆக்ஷன் ஃபுல்லா. ബെസ്റ്റ് ആരാണ്? തലവയാണോ ബാക്കിയുള്ള ആക്ടേഴ്സ് ആണോ? எல்லாருமே பெஸ்ட் ആണ്. ഓക്കെ. ഒരു പൊളിറ്റിക്സ് ആണ് പറഞ്ഞത്, സ്പോർട്സ് ആണ്? അങ്ങനെയാണോ? സ്പോർട്സ് പൊളിറ്റിക്സ് എല്ലാം ഉണ്ട്. വെറൈറ്റി കഥയാണോ? രജനീകാന്ത് ഫുൾ സിനിമയിലുണ്ടോ അതോ ക്യാമിയാണോ? ക്യാമിയല്ല, ഫുൾ ഉണ്ട്. മെയിൻ കഥാപാത്രമാണോ? ഇല്ല, മെയിൻ ഉണ്ട്. സിനിമ ടോട്ടലി എൻഗേജിംഗ് ആണോ? വർത്താണോ?